ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇപ്പോൾ ശ്രീ സന്തോഷ് കുമാർ എം പി ഉണ്ട്. ശ്രീ സന്തോഷ് കുമാർ, പാർലമെന്റിൽ ഉത്തരവാദിത്തം കാണിക്കാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം, സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ചു നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ കണ്ടിരിക്കുന്ന കാഴ്ച എങ്ങോട്ടാണ് രാജ്യം പോകുന്നത്? വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വിദ്യാർത്ഥികളും യുവാക്കളും സമരം നടത്തുന്നു, നിരാഹാര സമരം ആരംഭിച്ചു. ഞങ്ങൾ ഈ സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. കാരണം CJP എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ കഴിയാത്തൊരു പുതിയ ഔട്ട്ഫിറ്റ് ഒക്കെ ആണെങ്കിലും അവരുന്നയിച്ച ആവശ്യവും ഞങ്ങളുടെ ആവശ്യവും ഒക്കെ ഒന്നായതുകൊണ്ടും അത് വലിയൊരു സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുമെങ്കിലും ഒരു ഹ്യൂജ് ഗ്യാതറിങ്ങിന് കാരണമായി. അപ്പോ അവിടെ പിന്നെ മറ്റ് തർക്കങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. ലെഫ്റ്റ് നേതാക്കന്മാർ നിരവധി തവണ ആ സമരകേന്ദ്രം സന്ദർശിച്ചു. ഞങ്ങൾ എല്ലാവരും പോയി. ഞാൻ ആ ചരിത്രമൊന്നും ആവർത്തിക്കുന്നില്ല. പിന്നീട് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിനകത്ത് ഈ കാര്യം ആണ് ഏറ്റവും നന്നായി ഉന്നയിക്കേണ്ടത് എന്ന് ഞങ്ങൾ വാശി പിടിക്കുകയും ചെയ്തു. കാരണം രാം മന്ദിർ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇന്നലെ അതിന്റെ പേരിൽ സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇന്ന് ഓൾ പാർട്ടി മീറ്റിംഗ്, ഇന്ന് ഇന്ത്യ അലയൻസിന്റെ യോഗം കൂടിയപ്പോഴും ഈ വിഷയം ഉന്നയിച്ചു. ഞങ്ങള് രാവിലെ ഉച്ചക്ക് തന്നെ ജന്തർ മന്ദിറിലെത്തി സമരക്കാർക്ക് ലെഫ്റ്റ് MPമാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് കോൺഗ്രസ് തനിച്ച് ഈ സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഒരു കാര്യം ഉറപ്പാണ്, സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഒരു പൊതു ആവശ്യമായി മാറിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു RSSകാരനായിരിക്കുന്ന മന്ത്രി ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ഒന്ന് രാജിവെച്ചൊഴിയുക എന്ന് പറയുന്ന ഒരു മിനിമം ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ 24-ലും 25-ലും സമാനമായ ചോർച്ചയുണ്ടായി. 6 NTA എക്സാമിനേഷൻസ് ചോർന്നു. അപ്പോഴൊന്നും ഇത്ര ശക്തമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. അപ്പോഴെല്ലാം സിസ്റ്റം കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കോടതി ഇടപെട്ടു, കുറച്ച് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെയും സിസ്റ്റം എറർ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. 22 ലക്ഷത്തിലധികം കുട്ടികളുടെ ഭാവിയെ ബാധിച്ചു. 10-20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും സാമാന്യമായ മര്യാദയില്ലാതെ ഒരു കസേരയിൽ ഒരാൾ കടിച്ചു തൂങ്ങുകയാണ്. HRD മിനിസ്റ്റർമാരെ 2 വർഷം കൊണ്ടൊക്കെ മാറ്റിയ ചരിത്രം ഇവിടെ ഉണ്ട്. ഒരു റീഷഫിൾ നടത്തിയെങ്കിലും ഈ ചങ്ങാതി ഒന്ന് മാറ്റുക, രാജ്യത്തിന്റെ പൊതുവികാരത്തോട് അത്രയെങ്കിലും ഒന്ന് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. നോക്കൂ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, രാഹുൽ ഗാന്ധി വീണ് കിടക്കുന്ന രാഹുൽ ഗാന്ധി, ജനാധിപത്യം മരിച്ചു എന്നാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. Democracy in India is happening right now. Democracy in India is happening right now. Democracy in India is happening right now. ഇതാണ് രാജ്യത്തെ ജനാധിപത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീ ചാണ്ടി ഉമ്മനിലേക്ക്. ചാണ്ടി ഉമ്മൻ, കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ആ അജണ്ട ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ സമാധാനപരമായ സമരത്തിനൊടുവിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലേ? രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. KC വേണുഗോപാലിനെ പോലെ മുതിർന്ന നേതാക്കൾ താഴെ വീണിട്ടും വലിച്ചിഴച്ച് കൊണ്ടുപോയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് കഴുത്തിന് പിടിച്ചു തള്ളിയാണ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഇതിനകത്ത് കോൺഗ്രസ് തുടക്കം മുതൽ ഒരു നിലപാടെടുത്തിരുന്നു, ശക്തമായ. ഈ ഇതൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലും പ്രതിപക്ഷം ഒന്നാകെ ഇതിനെ ടേക്കപ്പ് ചെയ്തിരുന്ന ഒരു കേസാണ്. ഇന്നിപ്പം ഒന്നിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരേ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ പാർലമെന്റിൽ കൂടുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളെ അടിക്കുകയാണ്, ഇവിടുത്തെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ലാത്തി കൊണ്ട് തല്ലി അവരുടെ ചോദ്യങ്ങളെ ഇല്ലാതാക്കാന്നാണ് സർക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തെ വലിച്ചഴച്ച്, അദ്ദേഹത്തെ മൂക്കിൽ പരിക്കേൽപ്പിച്ച്, അദ്ദേഹത്തെ ഏറ്റവും ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വലിച്ചഴച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്ത് കാരണമാവട്ടെ ഇവിടെ അദ്ദേഹത്തിന് ഒരു സുരക്ഷാ സംവിധാനമുള്ള വ്യക്തി കൂടിയാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും അങ്ങനെയുള്ള വ്യക്തിയാണ്. മല്ലികാർജുന ഖാർഗെ അങ്ങനെയുള്ള വ്യക്തിയാണ്. അവരെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ്, അവരെ ബലാത്കാരമായി വലിച്ചഴച്ച് കൊണ്ടുപോകുന്നു. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടു ഡീൻ കുര്യാക്കോസ് MPയെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് പലതവണ മർദ്ദിച്ച് കയറ്റുകയാണ്.
ഈ തരത്തിൽ എങ്ങനെ ഒരു ജനാധിപത്യം ഇവിടെ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ജനാധിപത്യം മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. കാരണം ഇവിടുത്തെ ന്യായമായിട്ടുള്ള ആവശ്യം പാർലമെന്റ് ചർച്ച ചെയ്യണം. പാർലമെന്റ് ചർച്ച അനുവദിക്കുന്നില്ല, പാർലമെന്റ് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. മാത്രമല്ല മറ്റൊരാവശ്യമല്ലേ ഇവിടെ ഈ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അതേ ഒരു സെക്കൻഡ് പോലും അവിടെ തുടരാൻ പാടുണ്ടോ? അത് പ്രധാനമന്ത്രി ആലോചിക്കണം. തന്റെ മന്ത്രിസഭയിൽ ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ടും ആ മന്ത്രിയൊക്കെ നിലനിർത്തുന്നു. NTA എന്ന് പറഞ്ഞ ഏജൻസി നടത്തിയ എക്സാം 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന എക്സാം, അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന എക്സാം. 2019 നിയമം കൊണ്ടുവന്നിട്ടാണ് എല്ലാം ഒന്നിപ്പിച്ചാക്കിയത്. പണ്ട് പല എക്സാംസ് ആയിരുന്നു, എയിംസിന്റെ എക്സാം അടക്കം പല എക്സാംസ് ആയിരുന്നു. ഇന്ന് ഒറ്റ എക്സാം ആക്കിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ചൈനക്കാർ നമ്മളെ കളിയാക്കുകയാണ്. ഇടയ്ക്ക് ചൈനീസ് എംബസി ഒരു കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യയുടെ വ്യവസ്ഥയെ നോക്കിയിട്ട്. കാരണം ഞങ്ങളുടെ എന്താ പറയാ, അവർക്കൊരു പ്രത്യേകമായ എക്സാം സിസ്റ്റം ഉണ്ട്, അത് നല്ല രീതിയിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ കളിയാക്കുക പോലും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ാക്കുന്നതൊക്കെ വേറെ നിൽക്കട്ടെ, രാജ്യാന്തര തലത്തിൽ നമുക്കുണ്ടായ ക്ഷീണം വേറെ നിൽക്കട്ടെ, നമ്മുടെ ഓരോ വിദ്യാർത്ഥിയെയും സംരക്ഷിക്കുവാൻ ഇവിടെ സർക്കാരിന് ബാധ്യതയില്ലേ? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, അവർക്ക് ഈ എക്സാം മുഖാന്തരം നഷ്ടമുണ്ടായാൽ, അവരുടെ ജീവിതത്തിൽ ഹാനി സംഭവിച്ചാൽ സർക്കാർ മറുപടി പറയണ്ടേ? എന്താണ് ശ്രീ ചാണ്ടി ഉമ്മൻ പ്രധാനമന്ത്രി പല ക്യാമ്പസുകളിലും പോയി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് പ്രധാനമന്ത്രി മറുപടി പറയുന്ന കാഴ്ച അത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൻ കി ബാത്തിലൂടെ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എല്ലാം മൻ കി ബാത്തായി മാറുകയാണോ എന്നുള്ള ചോദ്യം, ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരെയുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ മറുപടി പറയാമല്ലോ. പാർലമെന്റിൽ ഇന്ന് അദ്ദേഹം വന്നിട്ട് പോലുമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇനി കോൺഗ്രസ് കാണാൻ പോകുന്നത്? കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു, പ്രധാനമന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്തു. പക്ഷേ ഇതാ വലിച്ചിഴച്ച് കൊണ്ടുപോകപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളെ. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ സമരത്തെ നിങ്ങൾ മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ച് കറുത്ത ദിനം. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ ഒരു ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ അവകാശം കൊടുക്കാതെ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ ചോദ്യം ചോദിച്ചാൽ ഉടനെ മൈക്ക് ഓഫ് ചെയ്യാണ്. അപ്പൊ പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട്, ഡിസ്കഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചോദ്യം ചോദിക്കാൻ പോയി, നിരായുധരായിട്ട് പോയി. അവര് MP-മാര്, കോൺഗ്രസിന്റെ നേതാക്കന്മാര്, പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാര് അവരവിടെ ചെല്ലുമ്പോൾ എന്താണ് അവിടെ സുരക്ഷാ ഭീഷണി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരു ഡെലിഗേഷനെങ്കിലും അകത്ത് വിളിച്ച് കൊണ്ടുപോകുന്നതിന് പകരം വലിച്ചിഴച്ച് അവരെ കൊണ്ടുപോയത് കറുത്ത ദിനമായി, ഇന്ത്യയുടെ കറുത്ത ദിനമായി. മാത്രമല്ല BJPയുടെ സർക്കാരിനെ മണി മുഴക്കുവാന്ന് മറമണിയുടെ മുഴക്കുവാന്ന് വിചാരിച്ചോണം. ഇന്ന് ഈ രാഹുൽ ഗാന്ധിയെ വലിച്ചഴിച്ചതിലൂടെ ഇന്ത്യയിലെ ജനമാനസത്തെയാണ്, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെയാണ് സർക്കാർ വലിച്ചഴിച്ചിരിക്കുന്നത് എന്ന് സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് സർക്കാർ കുറച്ചെങ്കിലും ഒന്ന് വിചിന്തനം നടത്തി അറ്റ്ലീസ്റ്റ് മന്ത്രിയോടെങ്കിലും രാജിവെക്കാൻ പറയണ്ടേ? ഇത്രയും കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം, അത് സർക്കാർ ഏജൻസി. നിങ്ങൾ നോക്കൂ, അവിടെ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിന്റെ അതേ സാധനം വന്നിരിക്കുകയാണ്. NTA നടത്തുന്ന ടെസ്റ്റിന്റെ അതേ ഫോംസ് 120 ക്വസ്റ്റ്യൻ വരെ സിമിലർ ആയിട്ട് വന്നിരിക്കുന്നു. എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മന്ത്രി കൂടി അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. അത് വെറുതെ ഏജൻസീസിന്റെ തലയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ NTAയുടെ തലയിൽ വെച്ചിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അടിയന്തരമായി മന്ത്രി രാജിവെക്കണം. ഇത് ചർച്ച ചെയ്യുവാൻ പാർലമെന്റ് എന്തിനാണ്? നമ്മുടെ പാർലമെന്റ് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ്. ആ ചർച്ചകൾ നടത്തുവാൻ തയ്യാറാവണം. ഇത് വളരെ എന്താ പറയുക. തീർച്ചയായും വരാം ചാണ്ടി ഉമ്മൻ. ശ്രീ N.K. പ്രേമചന്ദ്രൻ MP അങ്ങ് കാര്യങ്ങൾക്ക് ദൃക്സാക്ഷിയായ നേതാവാണ്. ഇന്നെന്താണ് രാജ്യതലസ്ഥാനത്ത് നടന്നിരിക്കുന്നത് അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത് അനിതരസാധാരണമായിട്ടുള്ള സംഭവവികാസങ്ങൾക്കാണ് ഡൽഹി പട്ടണം രാജ്യ തലസ്ഥാനം കഴിഞ്ഞ 2 ദിവസമായി സാക്ഷ്യം വഹിക്കുന്നത്. വളരെ ജനകീയമായിട്ടുള്ള ന്യായയുക്തമായിട്ടുള്ളൊരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം, ജനകീയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തെ കഴിഞ്ഞ ദിവസം അടിച്ചമർത്തിയത് പകൽ സമയത്തും രാത്രി 11 മണിക്കും 12 മണിക്കാണ് ഭീകരമായ നരനായാട്ട് നടത്തിയത്. ഏതാണ്ട് 200-ലധികം വിദ്യാർത്ഥികൾക്കാണ് മാരകമായ പരിക്കു പറ്റിയത്. ഇന്ന് ആ സമരകേന്ദ്രം സന്ദർശിച്ചപ്പോൾ കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ,
ശാരീരികമായ ക്ഷതമേറ്റവരടക്കം ഏതാണ്ട് 100-ലധികം പേർ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ നിന്ന് ആ സമരകേന്ദ്രത്തിലേക്ക്, കാരണം സമരകേന്ദ്രം തൊട്ടപ്പുറത്താണ്, ആ സമരകേന്ദ്രത്തിൽ വന്നിരിപ്പുണ്ട്. നിരവധി രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള സമൂഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന യുവജനതയെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ കഴിഞ്ഞ ദിവസം പോലീസ് നേരിട്ടതാണ്. മാത്രവുമല്ല, ആ ഭീകരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിടുമ്പോൾ പോലീസ് മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. സിവിൽ വസ്ത്രധാരികളായി മുഖം മറച്ചുകൊണ്ടുണ്ടായിരുന്ന ധാരാളം ഗുണ്ടകളടക്കം അവരടക്കം ഈ അക്രമോത്സുക പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ന്യായയുക്തമായിട്ടുള്ള ഒരു ആവശ്യത്തിന്മേൽ സമരം ചെയ്യുന്ന കുട്ടികളെ തല്ലിച്ചതച്ച കഴിഞ്ഞ ദിവസത്തെ നടപടിക്രമങ്ങൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത്. അവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ വലിച്ചഴച്ചു കൊണ്ടുപോയി യാതൊരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ നടത്തിയ പോലീസിന്റെ നരനായാട്ടടക്കം പരിശോധിക്കുമ്പോൾ ജനകീയ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് അധികാരത്തിൽ തുടരാമെന്നാണ് ഭരണകൂടം വിചാരിക്കുന്നതെങ്കിൽ അതിശക്തമായ പ്രതിഷേധം രാജ്യത്തൊട്ടാകെ വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നേരത്തെ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചു, ശ്രീ സന്തോഷ് കുമാറും പരാമർശിച്ചു. അതാണ് വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം. ഇത്രയും വലിയൊരു ജനകീയ സമരം, വിദ്യാർത്ഥി സമരം രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ, ആ കുട്ടികളെ ഭീകരമായി തല്ലിച്ചതയ്ക്കുമ്പോൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നം സഭയിലൊന്ന് ഉന്നയിക്കാൻ ചർച്ച വേണ്ട. തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് സഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യം? ഞങ്ങളത് ബഹുമാനപ്പെട്ട സ്പീക്കറെ രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗത്തിന് ശേഷം സ്പീക്കറെ കണ്ട് ഈ കാര്യം പറയാൻ വേണ്ടി തീരുമാനിച്ചു. ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സഭയിൽ ബഹളം ഉണ്ടാക്കുന്നത്, സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് പറയാൻ അതിനുള്ള അനുവാദം പോലും തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യമാണ്? ഞങ്ങൾ സ്പീക്കറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റുമായി ആലോചിച്ചിട്ട് അത് തരാം. ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവിന് രാജ്യത്ത് ഒരു ജനകീയ പ്രശ്നം സഭയിൽ ഉന്നയിക്കുന്നതിന് ഗവൺമെന്റിന്റെ അനുമതി വേണ്ട. ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് പാർലമെന്ററി ജനാധിപത്യ രംഗത്ത്. 12 മണിക്ക് അവസരം തരാമെന്ന് പറഞ്ഞു, സ്പീക്കർ പോലും സഭയിലേക്ക് വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു ജനാധിപത്യ സംവിധാനമാണ്? രാജ്യത്തെ കുട്ടികൾക്കെതിരായി അതിഭീകരമായ നരനായാട്ട് നടത്തുക, 22 ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷ, ആദ്യം എഴുതിയ പരീക്ഷ ക്യാൻസൽ ചെയ്യുക, അതിൽ മനോവേദനയിൽപ്പെട്ട 30ഓളം കുട്ടികൾ അവരുടെ മനഃശാസ്ത്രപരമായി തന്നെയുള്ള വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ 30ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുക, എയർഫോഴ്സ് അടക്കമുള്ള സൈനിക സായുധ ശക്തികളുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും രാജ്യത്തൊരു പ്രവേശന പരീക്ഷ നടത്തുക, ആ പരീക്ഷയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഗൗരവതരമായിട്ടുള്ള ഭാവി തലമുറയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള അനുവാദം തരൂ എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ് ഇത്? പലരും ബനാന റിപ്പബ്ലിക്കാണോ ഈ രാജ്യം? തീർച്ചയായും അതിന്റെ പ്രതിഷേധമാണ് സത്യത്തിൽ ഇന്ന് ഡൽഹിയിൽ കണ്ടത്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ഞാൻ ഒന്ന് കൊടിക്കൽ സുരേഷിലേക്ക് പോവുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങ് ഈ സമരവേദിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങേക്കും ഈ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി അടക്കം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടിരിക്കുന്നത്. ഞാനിപ്പോ 4 മണിക്കൂറായിട്ട് പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലാണ്. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? ഞാൻ കാപ്പസേക എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനുണ്ട്, ഹരിയാന അതിർത്തിയിലാണ്. ഡൽഹി ഹരിയാന ബോർഡറിലുള്ള പോലീസ് സ്റ്റേഷനാണ്. 4 മണിക്കൂറായിട്ട് ഞാനുൾപ്പെടെ 4 MP-മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങേക്കൊപ്പം വേറെ ഏതൊക്കെ MP-മാരാണ്? എന്തോ അങ്ങേക്കൊപ്പം വേറെ ആരൊക്കെയാണ് ഉള്ളത്? മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു MP ഉണ്ട്, ഹരിയാനയിൽ നിന്നുള്ളൊരു MP ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ തെലങ്കാനയിൽ നിന്നുള്ള MP ഉണ്ട്, പിന്നെ കുറെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുള്ളത് MLA ഉൾപ്പെടെയുള്ള ഞങ്ങൾ 10-15ഓളം പേരെയാണ് 4 മണിയോട് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ റിലീസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് ഞങ്ങളെ വലിച്ച് കയറ്റിയത്, പോലീസ് വാനിൽ കയറ്റിയത്. ഞങ്ങൾ പറഞ്ഞ് സമരം തീർത്തിട്ടില്ല,
സമരം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളിപ്പോ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാതെ ഒരു കൂട്ടം പോലീസുകാർ വളഞ്ഞ് പിടിച്ചകത്ത് അത് ഇവിടെയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ വീടിന്റെ അടുത്ത് നിന്നാണ്. അവിടെ തന്നെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനുണ്ട്, അതുപോലെ ചാണകപ്പുരി പോലീസ് സ്റ്റേഷനുണ്ട്, പട്ടണം പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെയൊന്നും പലയിടത്തേക്കായി നേതാക്കളെ കൊണ്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങയുടെ ശബ്ദം ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഏതായാലും കസ്റ്റഡിയിലാണ് ഉള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഇപ്പോൾ ഹരിയാന ബോർഡറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ ശ്രീ സന്തോഷ് കുമാറിലേക്ക് കൂടി പോകുന്നു. ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ പ്രതിപക്ഷം പല രൂപത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങടക്കം ഇടതുപക്ഷ MP-മാർ ജന്തർ മന്ദിറിലേക്ക് പ്രകടനമായി നീങ്ങുന്ന കാഴ്ച കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ മറ്റ് UDF-ലെ മറ്റംഗങ്ങൾ കൂടി UDF അംഗങ്ങൾ കൂടി ഇപ്പോൾ UDF MP-മാർ നടത്തുന്ന പ്രതിഷേധവും നമ്മൾ വൈകുന്നേരമാകുമ്പോൾ കാണുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുന്നു. ഒരുമിച്ച് നീങ്ങേണ്ട സമയമല്ലേ? ഇനി അത് വേറെ വേറെ നിൽക്കുകയല്ല, ഒരുമിച്ച് നീങ്ങേണ്ട സമയമായിരിക്കുന്നു. അല്ല, ഒരുമിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാവിലെ യോഗം ചേർന്നപ്പോൾ ഒരു ശക്തമായ സമരം നടത്തേണ്ട കാര്യം ആലോചിച്ചിരുന്നു. പക്ഷെ രാവിലെ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. പിന്നീട് ഞങ്ങൾ തനിച്ചു മടങ്ങുന്ന സ്ഥിതി ഉണ്ടായി. കോൺഗ്രസ് ഇപ്പോൾ പ്രത്യേകമായിട്ട് ആ സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും വിശദീകരിക്കുകയും ചെയ്തല്ലോ. നാളെ രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വീണ്ടും ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജ്യമാകെ ഈ ആവശ്യത്തിന്റെ പേരിൽ ഒന്നിച്ചിരിക്കുന്നു എന്നതാണ്. ഇത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ആവേശകരമായിരിക്കുന്ന കാര്യം. ഞാനത് മറച്ചു വെക്കുന്നില്ല. എല്ലാവരും യോജിച്ചിരിക്കുന്നു. കുട്ടികൾ ആദ്യം ആരംഭിച്ചു, ഞാൻ പറഞ്ഞു. അതിനുശേഷം അത് പലരും ഏറ്റെടുത്തു. വിദ്യാർത്ഥി സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ വന്നില്ലല്ലോ എന്നൊക്കെ ആശങ്കപ്പെടുകയായിരുന്നു. കാരണങ്ങൾ പലതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സാമാന്യ സ്വാധീനമുള്ള സംഘടനകളാണ്. പക്ഷേ ഇത് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് വിഭജനത്തിന്റെ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. എല്ലാവരും കൂടെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിപ്പോ നോക്ക്, ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തിയാണ് ഈ പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത്. ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇവർ അങ്ങേയറ്റം ഇഗോയിസ്റ്റിക് ആണ്. ഇവർക്ക് ഈ രാഷ്ട്രീയത്തിന് ധാർമ്മികത ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു മിനിമം സംഗതിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 വർഷമാണ് സ്മൃതി ഇറാനി പൂർത്തിയാക്കിയത്, രമേഷ് പൊക്രിയാൽ പൂർത്തിയാക്കിയത്. ഈ മനുഷ്യന് മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ഇന്ത്യ ആകെ ആവശ്യപ്പെട്ടിട്ട് എന്താണ് മാറാത്തത്? പേഴ്സണലായി സംസാരിക്കുമ്പോൾ ഞാനത് ഒരു ചർച്ചയിൽ പറയുന്നത് ശരിയല്ല. BJP-യുടെ പ്രധാനപ്പെട്ട MP-മാർക്ക് പോലും അഭിപ്രായക്കാരാണ്. പക്ഷേ RSS കണക്ഷൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം, പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെ ഈഗോ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരാളെ സംരക്ഷിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പ്രതിപക്ഷ മേധാവിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളെ 10,200-ലധികം വിദ്യാർത്ഥികളെ മാരകമായി തല്ലിച്ചമച്ചു. ഒരു കാര്യത്തിൽ എനിക്ക് മലയാളം മീഡിയയോട് പ്രത്യേക അഭിമാനമുണ്ട്. ഞാൻ ഇന്നലെയും മറ്റന്മാരോടൊപ്പം തന്നെ മറ്റ് ഭാഷകളിലെ ചാനൽ, ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അവിടങ്ങളിലൊക്കെ ഈ സമരത്തെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നതിനാണ്. 2 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റ കാര്യം ടൈംസ് നൗ എടുത്തെടുത്ത് ചോദിച്ചു. ഞാൻ ആ പരിക്കേറ്റതിനെ ന്യായീകരിക്കുന്നില്ല. ഇതിനിടയിൽ പല എലിമെന്റ്സും നുഴഞ്ഞു കയറി അവർ ഈ സമരത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച ഇന്ന് ചില മലയാളി സുഹൃത്തുക്കൾ തന്നെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. സമരത്തെ ദുർബലപ്പെടുത്താൻ പല ശ്രമങ്ങളും നടത്തി. ആ ശ്രമങ്ങളെയാണ് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷ് മീഡിയ, നാഷണൽ മീഡിയ എന്ന് പറയുന്ന സോക്കോൾഡ് മീഡിയ പലതും ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ അവരോട് പലരോടും പേഴ്സണലായിട്ട് പറഞ്ഞു, ഇത്ര വലിയൊരു സമരം രാജ്യത്ത് നടക്കുമ്പോൾ നിങ്ങള് മീഡിയയുടെ താല്പര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. മാധ്യമ പ്രവർത്തകർക്കും ചിലപ്പോൾ താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അല്പെങ്കിലും വസ്തുത പറയണ്ടേ? ഇന്നലത്തെ പല ചർച്ചകളും വൺ സൈഡഡ് ആയിരുന്നു. ഞാനിപ്പോ ഇതിനു ശേഷം 1-2 ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. എനിക്ക് ഉറപ്പാണ് വൺ സൈഡഡ് ആയിരിക്കും ആ ചർച്ചകൾ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ കുറ്റം ചെയ്തു എന്ന മട്ടിലാണ്. ഈ ചോദ്യ പേപ്പർ ചോർത്തിയത് തന്നെ പ്രതിപക്ഷമാണ് എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞേക്കും. അറസ്റ്റ് ചെയ്തു BJP നേതാക്കന്മാരെ പലരെയും. അത് വേറൊരു ഭാഗം. അപ്പൊ ചുരുക്കത്തിൽ സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. മലയാളം മീഡിയ ഈ കാര്യത്തിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ ഒരു നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കൂടെ ഭാഗമാണത്. ഞാൻ മറ്റു ഭാഷ തമിഴ് മീഡിയ അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ ഈ കാര്യത്തിനകത്തൊരു നിലപാടുള്ളവരാണ് എന്ന് തെളിയിച്ചു. നിങ്ങളോടൊക്കെ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും തർക്കങ്ങളൊക്കെ ഞങ്ങൾ പല ഘട്ടങ്ങളിലും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക വിഷയത്തിൽ രാജ്യത്തിന്റെ മനസ്സിന്റെ കൂടെയാണ്, വിദ്യാർത്ഥികളുടെ പൊതുവികാരത്തിന്റെ കൂടെയാണ് എന്നാണ്. അതാണ് പൊതുവികാരം എന്ന് പറയുമ്പോൾ സോനം വാങ്ചുക് പറഞ്ഞതുപോലെ ഇതൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് ചുരുക്കാനാകില്ല. പരീക്ഷ എഴുതി പുറത്തു വരുന്നവർ, ഈ കോപ്പി അടിച്ച് പരീക്ഷ എഴുതിയവർ ജയിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുക? രാജ്യത്തിന് വ്യാജ ഡോക്ടർമാരെ ഉണ്ടാക്കുന്നു, രാജ്യത്ത് കെട്ടിടങ്ങൾ തകർക്കുന്ന എഞ്ചിനീയർമാരുണ്ടാക്കുന്നു. ആ തരത്തിൽ ആണ് ആ വിഷയത്തെ കാണേണ്ടത്. ആ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും ആ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുകയും, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എന്തറിയുമോ, ഇത് വളരെ വളരെ ഭീകരാണ്. ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ BJP-യുമായി ബന്ധപ്പെട്ട ഒരു കോച്ചിങ് എക്സാം മാഫിയ രാജ്യത്തുണ്ട് എന്ന് പലയിടത്തും വിവരങ്ങൾ വന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട അവരുടെ നേതാക്കന്മാരാണ് ഇവർ. എന്നിട്ട് വലിയ പ്രസംഗം നടത്തുക എന്നുള്ളതല്ലാതെ ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. നമ്മുടെ ഏതെങ്കിലും ഒരു സർക്കാരിന് ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു നാട്ടിൽ
BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ എത്ര സമരം നടത്തി? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി മിനിമം ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ പാർലമെന്റിൽ വന്ന് ഈ ബ്രൂട്ടാലിറ്റിയെ കുറിച്ച് ഒരു പ്രസംഗം ഒരു പ്രസ്താവന വെക്കൂ. അതൊക്കെയല്ല, അതിനുവേണ്ടിയാണല്ലോ പാർലമെന്റ്. അതാണ് ഈ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് NDA യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ പാർലമെന്റിൽ ഉത്തരവാദപ്പെട്ട അദ്ദേഹം പറയേണ്ട ഘടകത്തിൽ അദ്ദേഹം വന്നില്ല, പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസണിലേക്ക് പോയിട്ടേയില്ല, അദ്ദേഹത്തിലും വരാം. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസണിലേക്കാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടി ആദ്യം തന്നെ ഈ CJPയുടെ സമരത്തെ അംഗീകരിച്ചാണ്. കേജ്രിവാൾ സമരവേദിയിലേക്ക് പോവുകയും സോനം വാങ്ചുക്കിനെയൊക്കെ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ സമരം അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ ആം ആദ്മി പാർട്ടി അതെങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ മുന്നണി എടുക്കുന്ന ആ നിലപാടിനൊപ്പം തന്നെയാണോ ആപ്പുമുള്ളത്? പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാണല്ലോ ഇത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാവരുടെയും ശബ്ദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായ പ്രതിപക്ഷ ശബ്ദം അവിടെ ഉണ്ടാവണമെന്ന് ഒരു സാധാരണ മനുഷ്യ നിലയിൽ രാഷ്ട്രീയത്തിനൊക്കെ ഉപരിയായിട്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് കാണിച്ച ഈ അപമര്യാദയോട് അപലപിക്കുക എന്നതാണ് ഇന്ത്യയിലെ ഒരു പൗരൻ്റെയും മിനിമം ക്വാളിറ്റി എന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതിനെ കരുതുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞ വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കാര്യം പറയാനുള്ളത്, ഈ സത്യത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ത്യ ഭരിക്കുന്നവർ ധിക്കാരികളും ഫാസിസ്റ്റ് മനോഭാവമുള്ളവരും ധാർഷ്ട്യമുള്ളവരും ക്രൂരരും യാതൊരു മാനസിക വലിപ്പവും ഇല്ലാത്തവരുമാണ് എന്നാണ് നമ്മൾ കരുതി വച്ചിരുന്നത്. അങ്ങനെയാണ് താനും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്രമാത്രം ദീർഘവീക്ഷണമില്ലാത്തവരും മഠയന്മാരുമാണ് എന്ന് ഈ സമരം വെളിവാകുകയാണ്. എന്താണ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്താ ധരിച്ചു വെച്ചത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പറ്റി? ഇവർ ധരിച്ചു ഇന്ത്യയിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇവർ കലക്കി വിടുന്ന മതവിദ്വേഷം മനസ്സിലേറ്റെടുത്ത് എന്താ പറയുക, മതനാമങ്ങളൊക്കെ ഉച്ചരിച്ച് ആൾക്കാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഇവർ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും വിശ്വസിച്ച് കാലാകാലങ്ങളിൽ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് ഇന്ത്യൻ യുവത്വം എന്നാണോ ഇവർ കരുതി വെച്ചിരുന്നത്? സത്യത്തിൽ തെറ്റിപ്പോയില്ലേ? അതല്ല ഈ സമരം. അതായത് നോക്കൂ, ഇവിടെ എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ചവർ പറഞ്ഞൊരു സന്തോഷ് അദ്ദേഹമാണ് പറഞ്ഞത്, ഇതൊരു ഒരു ഇന്ത്യയിലെ യുവത്വത്തിൻ്റെ ശബ്ദമല്ലേ? ആ ശബ്ദത്തെ ഇവരെങ്ങനെയായിരുന്നു അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്? സത്യത്തിൽ ഞാൻ ഇന്നലെ മറ്റൊരു ചർച്ചയിലൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞത്, ഡൽഹിയിൽ ഈ വിഷയം മാത്രം നോക്കൂ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വിഷയം മാത്രം. ഡൽഹി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ്, വളരെ വ്യവസ്ഥാപിതമായി നിൽക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലൊരു സമരം തുടങ്ങിയാൽ അത് രാജ്യവ്യാപകമാകുമെന്നും പിള്ളേർക്ക് അതിനുള്ള ശേഷിയുണ്ടെന്നും ഭരിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? തീർച്ചയായിട്ടും ഡൽഹിയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ വരുമ്പോൾ അവരെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഭരണവർഗത്തിൻ്റെ പോലീസിൻ്റെ തീർച്ചയായും ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതല്ലേ ജനാധിപത്യത്തിലെ മര്യാദ? അവരെ കേൾക്കുക, തുടക്കത്തിലെ അവരെ കേട്ടിരുന്നുവെങ്കിൽ, തുടക്കത്തിലെ അവരോട് സംസാരിച്ചിരുന്നുവെങ്കിൽ. ഇവിടെ ഈ മന്ത്രി രാജിവെക്കണം എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സാമാന്യ മര്യാദ ജനാധിപത്യത്തിൽ അതാണല്ലോ, ഭരിക്കുന്നവർക്കാണല്ലോ ഈ പ്രോട്ടോക്കോളൊക്കെ ഉള്ളത്, അവരാണല്ലോ കേൾക്കേണ്ടിയിരുന്നത്. അവരെ തുടക്കത്തിൽ അത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ വലിയ അബദ്ധത്തിലേക്ക് ഭരണവർഗം പോയി വീഴുമായിരുന്നു. ഈ സത്യത്തിൽ ഈ സമരം വിജയിച്ചില്ലേ? നിങ്ങൾക്കിനിയും ഒരു മന്ത്രിയെ, BJPക്കാർക്ക് ഒരു മന്ത്രിയെ എത്രമാൾ സംരക്ഷിച്ച് നിർത്താൻ പറ്റും? അതായത് തുടക്കത്തിൽ ഒരു CJP സമരമായി മാറി, ഇന്ന് പ്രതിപക്ഷ ശബ്ദമായി മാറുന്നു. ഇന്ന് ഇന്ത്യയിലെ ബോധമുള്ള വിവരമുള്ള, അതായത് നമ്മൾ ഈ ഭരണഘടനാപരമായ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്നത് ഈ ദീർഘവീക്ഷണമില്ലാത്ത മഠയന്മാർ ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇന്നലെ അവർ കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്താ? വെള്ളം കൊടുത്തില്ലെങ്കിൽ, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, വെയിലത്ത് നിർത്തിയാൽ കരിഞ്ഞു പോകുന്നതാണ് ഇന്ത്യൻ യുവത്വമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ തലയ്ക്കകത്ത് നമ്മളൊക്കെ കളിയാക്കുന്ന സാധനം തന്നെയല്ലേ ആണ്. നമ്മുടെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ഭഗത് സിംഗിൻ്റെയൊക്കെ ചിത്രം പിടിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കിഷൻ സിംഗ് ട്രിബ്യൂണലിൽ ഒരു അപേക്ഷ കൊടുത്തു, എൻ്റെ മകനെ തൂക്കിലേറ്റരുതെന്ന്. അതറിഞ്ഞ ഭഗത് സിംഗ് എന്താ അച്ഛനെയാണ് വഴക്ക് പറഞ്ഞത്. എന്നെ ജയിൽ പുള്ളിയായി തൂക്കിലേറ്റതിന് പകരം വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ഭഗത് സിംഗിന്റെ പിൻതലമുറക്കാരാണ് അവിടെ പോയി സമരം ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 19 അന്ന് പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയർ അദ്ദേഹത്തെ ഉദ്ധം സിംഗ് പോയി കൊന്നത് എപ്പോഴാ? 19 ശേഷം 30 ലണ്ടനിലെത്തി 10 വർഷം അവിടെ താമസിച്ച് അവിടുത്തെ ഒരു ഹോളിന്റെ പേരെനിക്ക് മനസ്സിലാവുന്നില്ല, ആ ഹോളിൽ കയറി വെടിവെച്ച് കൊന്ന ആൾ ഉദ്ധം സിംഗ്. ഈ ഉദ്ധം സിംഗിന്റെയും ഭഗത് സിംഗിന്റെയും അംബേദ്കറിന്റെയും അതുപോലെ തന്നെ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ സമരം, ഉപവാസ സമരം,
ആ സമരമാണല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സമരം, അക്രമരഹിതമായ ഉപവാസ സമരം. അങ്ങനെയൊക്കെ ചെറുപ്പക്കാരെ പഴവും വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാതെ അവര് ഈ കളഞ്ഞിട്ട് പോകുന്ന ധരിച്ച മടയന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സമരം അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴേ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP, ഇപ്പോൾ ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഈ CJP നടത്തുന്ന സമരത്തിന് യുവാക്കൾക്കൊപ്പം നിൽക്കുന്നവർ എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിരീക്ഷിക്കപ്പെടുന്നത് എന്നതിൻ്റെ ചില സൂചനകളുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നവർ നിരീക്ഷിക്കപ്പെടുന്നു, അവരുടെ പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നു. പ്രതികരണം അപകടമാണ് എന്ന ഒരുതരം ഭീതി വിതയ്ക്കുന്നുണ്ട്. ആ പ്രതികരണം ഏത് രൂപത്തിലായാലും. ഇപ്പോൾ ഈ സമരത്തോട് കാണിച്ചിരിക്കുന്ന പ്രതിപക്ഷ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന സമരത്തോട് എങ്ങനെയാണോ പോലീസ് പെരുമാറിയിരിക്കുന്നത്, പോലീസിന്റെ നീക്കം എങ്ങനെയായിരുന്നു, അതും ഒരു തരത്തിലുള്ള ഒരു ഭീതി ജനിപ്പിക്കലല്ലേ? ഇനി ഇങ്ങനെയായിരിക്കും പ്രതികരിച്ചാൽ എന്ന ഒരു മുന്നറിയിപ്പായി അതിനെ കാണേണ്ടി വരുമോ? ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, ആദ്യം CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സമൂഹം സമരവുമായി രംഗത്ത് വന്ന ഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഭീഷണിയും ഈ ഗവൺമെൻറ് ഉപയോഗിച്ചതാണ്. അനുവാദം കൊടുക്കാതിരുന്നു, അവസാനം അനുവാദം കൊടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം വന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എല്ലാ മുൻകരുതലുകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ വിദ്യാർത്ഥികൾ ഏതാണ്ട് അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഗേറ്റ് വരെ, റെയിൽവേ ഭവൻ വരെ എത്തി. നമ്മൾ കണ്ടതാണ്, പല ചിത്രങ്ങളിലും കണ്ടതാണ്, തത്സമയ സംപ്രേഷണത്തിലൂടെ കണ്ടതാണ്. അതിഭീകരമായി കുട്ടികളെ ലാത്തിച്ചാർജ് ചെയ്യുമ്പോഴും ഞങ്ങളെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞ് ഒരിഞ്ച് പോലും അനങ്ങാതെ നല്ല ആത്മധൈര്യത്തോടു കൂടി പോലീസിന്റെ അതിക്രമത്തെ നേരിടുന്ന ഒരു പുതിയ തലമുറയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നവരെ അല്ലാത്തവയും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് പല രൂപത്തിൽ ദേശവിരുദ്ധ കുറ്റം ചുമത്തിക്കൊണ്ട് പലതരത്തിലുള്ള പീഡനങ്ങളും ഭീഷണിയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആത്മധൈര്യത്തോടും കൂടിയാണ്. ഇപ്പോൾ ആ സമരകേന്ദ്രത്തിൽ പോയാൽ നമുക്കറിയാം, അവരൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായിട്ടല്ല അവിടെ വന്നിട്ടുള്ളത്. സ്വമേധയെ അറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞും ഈ പ്രശ്നത്തിലുള്ള അതിശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സമരകേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെ മുഴുവൻ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുകയും രാജ്യ താൽപര്യത്തിനെതിരായി സമരം ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് അത്യന്തം, നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സുഹൃത്ത് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ എത്ര ഭീരുത്വമാണ് ഈ ഗവൺമെന്റ് നയിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിനെ കൈകാര്യം ചെയ്ത രീതിയും അത്തരത്തിലൊരു ഭീഷണി സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 2-3 ദിവസത്തെ സമരം കൊണ്ട്, 2-3 ദിവസത്തെ സമരമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹിയിൽ നടക്കുന്ന സമരവും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള ലാത്തിച്ചാർജും കൂടി ആയപ്പോൾ ഈ പോലീസിനെയും ഭരണകൂടത്തോടുമുള്ള ഭയം വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലെ കുറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇത്രയും ലാത്തിച്ചാർജ് ഉണ്ടായിട്ടും ഇന്നും സമരകേന്ദ്രത്തിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥി, കൗമാര, യൗവന പ്രായത്തിൽപ്പെട്ട പുതുതലമുറ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭീഷണിയും ഏഷണിയും ഏതെല്ലാം ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ ഭീഷണിപ്പെടുത്തി പരാജയപ്പെടുത്താമെന്ന് കരുതിയാലും നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. രാജ്യം ഉണർന്നിരിക്കുന്നു. ആ ഉണർവിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമായിരുന്നു ഇന്ന് രാജ്യ തലസ്ഥാനം കണ്ട, പ്രത്യേകിച്ചും അതിൽ ഏറ്റവും പ്രധാനമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ ഭാവി യുവതലമുറ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ന്യൂജൻ എന്നൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻ കി ബാത്തിലൊക്കെ ആവേശത്തോടു കൂടി പറയുന്ന പുതുതലമുറയുടെ തലമണ്ട തല്ലിപ്പൊളിച്ചും കൈകാലടിച്ചൊടിച്ചും ഭീകരമായ മർദ്ദനം അഴിച്ചു വിട്ടുകൊണ്ട് നടത്തിയ ആ ഭീകരമായ ലാത്തിച്ചാർജോടുകൂടി ഈ സമരത്തിൻ്റെ ശ്രദ്ധ ദേശീയ തലത്തിൽ രാജ്യാന്തര രംഗത്തേക്ക് തന്നെ വന്നിരിക്കുന്നു. അത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ സമരം തെരുവിൽ നടത്താൻ, തെരുവിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചതോടുകൂടി സമരത്തിന്റെ മുഖം മാറി. പക്ഷേ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, നമുക്ക് ഈ നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവം ആദ്യം പരീക്ഷ നടക്കുമ്പോഴാണല്ലോ, അതിനുശേഷമാണല്ലോ ഒരു പുനഃപരീക്ഷ, ഇതാദ്യമായൊരു പുനഃപരീക്ഷ എന്ന രൂപത്തിലേക്ക് സർക്കാർ വരേണ്ടി വരികയും ചെയ്തത്. അപ്പോൾ ഈ സാഹചര്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ കോക്രോച്ച് പാർട്ടി എന്ന രൂപത്തിലേക്ക്
ഈ ജൻസി നേതാക്കൾ വളർന്നു വരികയും ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തിട്ട് 1.5 മാസമായിരിക്കുന്നു ശ്രീ NK പ്രേമേന്ദ്രൻ. 1.5 മാസമായി. ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ സമരം തന്നെ ഇപ്പോൾ ഇന്നേക്ക് 23ാമത്തെ ദിവസമാണ്. പ്രതിപക്ഷം, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്ന വിഷയത്തിൽ ഈ നമുക്കറിയാമല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CJPയുടെ നേതൃത്വത്തിലും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഭാഷയിലാണ് BJPയും കേന്ദ്ര ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് സഭയ്ക്കകത്തും പുറത്തും തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ചാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താം എന്നുള്ള BJPയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. രാഹുൽ ഗാന്ധിയെ പോലെയൊരു നേതാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. ചോര വന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ രാജ്യത്തെ ജനാധിപത്യം കുഴിച്ചു മൂടുകയാണ്. മാത്രമല്ല, ഇത് ധാരാളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 20ൽ കൂടുതൽ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ മുഴുവൻ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. ആ ആശങ്കയൊന്നും പരിഹരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ല. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചൊഴിയാൻ തയ്യാറല്ല. പിന്നെ പ്രതിപക്ഷത്തിന് പിന്നെ എന്താ സമരം ചെയ്യാതെ എന്താ മാർഗം? ഇത് കാര്യം സഭയെ ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല. എങ്ങനെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും? അതിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിനെതിരായി രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ BJPയുടെയും കേന്ദ്ര ഗവൺമെൻറ്റെയും ഈ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണം. ഇത് ചർച്ച ചെയ്യണം. രാജ്യത്തെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആശങ്കയാണ്. വിശ്വാസ്യതയില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങളുമായി വലിയ പ്രതിഷേധമാണ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോയ നടപടി അദ്ദേഹം അപലപിച്ചിരിക്കുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ NK പ്രേമേന്ദ്രൻ, ഞാൻ ചോദിക്കാനിരുന്ന ഇതാണ്, പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുക്കാൻ അല്പം വൈകിയോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വിവിധ ക്യാമ്പയിനുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. പക്ഷേ പ്രത്യക്ഷമായി തെരുവിലേക്കൊരു സമരരംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ശരിയാണ്, ഒരു സംശയവും വേണ്ട. ഈ കാര്യത്തിൽ CJPയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ഒരു ന്യൂജൻ സമരമുഖം എന്ന നിലയിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പ്രശ്നം ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞതും കൂടുതൽ ശക്തമായ നിലയിൽ ഈ സമരം പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തുകൊണ്ട് പോകാനും തയ്യാറായത്. ആ തെരുവിലേക്ക് ഈ സമരം കൊണ്ടുപോയതിൽ, ദേശീയ തലത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന നിലയത്തിൽ ഈ സമരമുഖം വളർത്തിക്കൊണ്ടുവന്നതിൽ CJP വഹിച്ച പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിദ്യാർത്ഥികളെ മാത്രം അല്ലെങ്കിൽ യുവാക്കളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാനത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഇതൊരു കീഴ്വഴക്കമായി മാറി തീർന്നിരിക്കുന്നു. സാധാരണ പാർലമെന്ററി കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ്, അംഗീകൃത പ്രതിപക്ഷ നേതാവ് എപ്പോൾ എഴുന്നേറ്റാലും സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്നുള്ളതാണ് നിയമസഭയിലായാലും പാർലമെന്റിലായാലും ഉള്ള പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കീഴ്വഴക്കം. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ടീസ് കൊടുത്താൽ പോലും, ഘടനാപരമായ നോട്ടീസ് കൊടുത്ത് ഒരു വിഷയം ഉന്നയിക്കാൻ ചട്ടമനുസരിച്ച് നോട്ടീസ് കൊടുത്താൽ പോലും പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കില്ല എന്ന നിലയിലേക്ക് ഏറ്റവും ശക്തമായ ഏകാധിപത്യ പ്രവണത എന്ന് പറഞ്ഞാലും പോരാ, ഫാസിസ്റ്റ് പ്രവണത, അതാണെന്ന് പാർലമെന്റിനകത്ത് കാണാൻ കഴിയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്പീക്കറെ കണ്ട് സംസാരിക്കേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ മുഴുവൻ ബഹുമാനപ്പെട്ട സ്പീക്കറെ പോയി കണ്ട് സംസാരിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവിന് 2 മിനിറ്റ് നേരം സഭയിൽ
എന്തിനാണ് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള ഈ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് എന്ന് റെക്കോർഡിൽ വരാൻ 2 മിനിറ്റ് നേരം ഈ പ്രശ്നം എന്താണ് എന്ന് ലോകമറിയാനും രേഖയിൽ വരാനും വേണ്ടി സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്ന് കണ്ടു പറഞ്ഞപ്പോൾ അതിന് ഗവൺമെന്റിന്റെ അനുമതി വേണം എന്ന് പറയുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ എന്ത് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയാണ്? അതൊരു പ്രശ്നമാണ്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, പാർലമെന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രതിപക്ഷത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അടുത്ത പാർലമെന്ററി സ്ട്രാറ്റജി എന്തായിരിക്കും? കാരണം എപ്പോഴും പ്രതിപക്ഷത്തെ ഭരണപക്ഷം കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പ്രധാനപ്പെട്ട ബില്ലുകൾ ഭരണപക്ഷം പാസ്സാക്കുകയും ചെയ്യുന്നത് നമ്മൾ പല ഘട്ടങ്ങളായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇന്നത്തെ ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം അടുത്ത ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകാതെ പിന്നോട്ട് പോകുന്ന പ്രശ്നം ഇല്ല. കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രക്ഷോഭമായി രാജ്യത്ത് വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമാന സ്വഭാവത്തിലുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടും. നാളെ രാവിലെ 10 മണിക്ക് ഇന്ത്യ മുന്നണിയുടെ ഫ്ലോർ ലീഡേഴ്സിന്റെ പാർലമെന്റിലെ കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. അവിടെ വെച്ച് അതിശക്തമായിട്ടുള്ള ദേശീയ ജനകീയ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം നേതൃത്വം കൊടുക്കും. ഈ പ്രശ്നത്തിലൊരു തീർപ്പുണ്ടാകാതെ ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. മാത്രമല്ല, കേവലം പാർലമെന്ററി നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം എന്നതിനപ്പുറത്തേക്കുള്ള പ്രത്യക്ഷമായ മറ്റ് സമരപരിപാടികൾക്ക് കൂടി നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറാകും. അതായിരിക്കും ഞങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി. ഇതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി, ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്കുള്ള പ്രക്ഷോഭമായി വളർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും രാജ്യത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയും. ജനം ഇറങ്ങണമെന്ന ആഹ്വാനമാണ് രാഹുൽ ഗാന്ധിയും ഈ സമരത്തിൽ നേരത്തെ നടത്തിയിരുന്നത്. ശ്രീ സന്തോഷ് കുമാർ, പ്രതിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തെ ദുർബലമാക്കിക്കൊണ്ട്, പ്രതിപക്ഷ നേതൃനിരയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട്, അവരെ ചെറുതാക്കിക്കൊണ്ട്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ഭിന്നിപ്പിച്ച് കൂടുതൽ എംപിമാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടൊക്കെയാണ് BJP ഇപ്പോൾ പ്രതിപക്ഷത്തെ ദുർബലമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദുർബലമാക്കിയ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ ഈ സമരത്തിനായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും. ഈ എണ്ണത്തിൽ കുറവുള്ള നേതാക്കൾ, പാർട്ടികൾ എന്താണ് ഈ രാജ്യത്തിന് മുന്നിൽ ചെയ്യാനിരിക്കുന്നത്? ഈ വിവിധ പാർട്ടികൾ വിട്ട് സമീപ ദിവസങ്ങളിൽ പോയവരെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പരമ പുച്ഛമാണ്. പാർലമെന്റിനകത്ത് പോലും അവർ ഇത്ര റെഡിക്കുലസ് ആയിട്ട് ആളുകൾ ഇങ്ങനെ അവരെ കണക്കാക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടില്ല. നല്ല പാർലമെന്ററിമാരൊക്കെ ആയിരുന്നു, പക്ഷെ പരമ പുച്ഛമാണ്. എന്ന് പറഞ്ഞാൽ പണം വാങ്ങിച്ചു പോയി എന്ന് ഈ നാട്ടിലേത് കൊച്ചുകുട്ടിക്കും അറിയാം. ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ സ്ഥാനം പോലും ബംഗാളിലാണ് സംഭവിച്ചത്. ബാക്കി എല്ലാം കൈയടക്കി, പിന്നെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം പോലും കൈയടക്കാൻ വേണ്ടി ഒരു ശ്രമം ബംഗാളിൽ നടന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയിൽ അതിശക്തമായിട്ട് പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. ഈ കുട്ടികളെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കാൻ. ഇത്രയേറെ വിദ്യാസമ്പന്നരായിരിക്കുന്ന കുട്ടികളാണ്. ഞാൻ പലരോട് സംസാരിച്ചു. നല്ല ഭാഷ അറിയാവുന്ന, സോഷ്യൽ മീഡിയ അതിവിദഗ്ധമായി ഉപയോഗിക്കുന്ന, നല്ല സാമൂഹ്യ അപാർത്ഥമുള്ള ഈ ബോധമുള്ള കുട്ടികളെയാണ് പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് പല BJP നേതാക്കന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇന്നലെയൊക്കെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പലരും പറഞ്ഞു കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന്. ആ കുട്ടികളെയൊന്നും ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആ വികാരത്തിന്റെ ഒപ്പം, യുവ ഇന്ത്യയുടെ വികാരത്തിന്റെ ഒപ്പം, നാടിന്റെ വികാരത്തിന്റെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങള് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. പക്ഷേ സന്തോഷ്, ഇപ്പോൾ ഈ CJP എന്ന സംവിധാനത്തെ, CJP സമരവുമായി സഹകരിക്കുന്നവരെ നിങ്ങൾ അത്ര വലിയ കൂട്ടരായി കണ്ടില്ല എന്നാണോ? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ അവരെ? കാരണം ഒരു രാഷ്ട്രീയ കൂട്ടായ്മയായിട്ടൊക്കെയാണല്ലോ ആദ്യം കരുതിയിരുന്നത്. അങ്ങനെയല്ല. നോക്ക്, സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് ശക്തി പ്രാപിക്കുന്ന പല മുന്നേറ്റങ്ങളെയും കുറിച്ചുണ്ടാവുന്ന സ്വാഭാവികമായ ചില കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിപ്പോ CJPക്ക് എന്താണ് ആർട്ടിക്കിൾ 370 കാര്യത്തിൽ അഭിപ്രായം, രാമജന്മഭൂമി സ്കാൻഡലിന്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച് നേരം കളയേണ്ട കാര്യമില്ല. ഈ ഒരു പെർട്ടിക്കുലർ കോസ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യരുടെ ഒരു പൊതു പ്രശ്നമായി ഉയർന്നു വന്നു. അത് ഫലപ്രദമായി ശ്രീ NK പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിന് പരമ്പരാഗത പ്രസ്ഥാനങ്ങളെക്കാൾ നന്നായി അവർക്ക് സാധിച്ചു. അത് ഞങ്ങളുടെയും കൂടെ താല്പര്യമാണ് എന്നതുകൊണ്ട് ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, അങ്ങനെ നമ്മൾ ധാരാളം കാര്യങ്ങൾ അവരെ അങ്ങനെ വിലയിരുത്താനൊന്നും ഇപ്പൊ നമ്മൾ നോക്കേണ്ടതില്ല. ഈ ഒരു ഘട്ടത്തിൽ അവരിനെ മുൻപന്തിരുത്തുന്നതാണ്. ഞങ്ങൾ ആ വികാരത്തിന്റെ കൂടെ നിൽക്കുന്നു. രാജ്യം ജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ഉറച്ച വിശ്വാസം. അതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം കൂടി. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, പലപ്പോഴും നിങ്ങൾ പ്രതിരോധത്തിലാകും, അല്ലെങ്കിൽ കേജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ഒറ്റപ്പെടുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം എത്രത്തോളം കൂടെ നിന്നു എന്നുള്ള ചോദ്യം ആം ആദ്മി പാർട്ടി പല ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസരം അങ്ങനെ ചോദിക്കാനുള്ള അവസരമാണോ? നിങ്ങൾ ഒരുമിച്ച് നീങ്ങേണ്ട അവസരമായി തന്നെയാണോ കാണുന്നത്?
അല്ല, ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം. പക്ഷേ ഒരിക്കലും ആം ആദ്മി പാർട്ടി പൊതുവിഷയങ്ങളെടുത്ത നിലപാടുകൾ വളരെ ഭംഗിയുള്ള നിലപാടാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കർണാടകത്തിൽ വന്ന് ഒരു വിഷയം സംസാരിച്ച് പ്രസ് മീറ്റ് നടത്തി രാജ്യത്തെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ചപ്പോൾ ആ വിഷയത്തിൽ ആദ്യം ഐക്യദാർഢ്യം കൊടുത്ത ഇന്ത്യയിലെ നേതാവ് സഞ്ജയ് സിംഗ് ആണ്. അത് മാധ്യമങ്ങൾ വന്നതാണ്. സഞ്ജയ് സിംഗാണ് ആദ്യം പറഞ്ഞത്. വോട്ട് ചോരിയെപ്പറ്റി കേജ്രിവാൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ ആൾ കേജ്രിവാളാണ്. കാരണം ആം ആദ്മി പാർട്ടി എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും ഏതൊരു പാർട്ടിയും ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം. പിന്നെ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്, അത് ഞാൻ പറഞ്ഞു പൊക്കോട്ടെ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ നിമിഷം വരെ ഇതൊരു എന്താ പറയുക, ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമരമായിരുന്നില്ല. എല്ലാ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്ക് അതീതമായി ഈ രാജ്യം മുമ്പോട്ട് പോകണമെന്നും ഈ രാജ്യത്തിലെ വ്യവസ്ഥകൾ മുമ്പോട്ട് നിൽക്കണമെന്നും വിശ്വസിക്കുന്ന ചെറുപ്പക്കാരുടെ വലിയൊരു കൂട്ടായ്മയും സംഭവമായിരുന്നു. അതിനെ പ്രതിപക്ഷത്തിൻ്റെ കക്ഷികൾ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യും, അവരുടെ വേദികൾ സന്ദർശിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കേവലമായ ഏതെങ്കിലും ഒരു സങ്കുചിത മനോഭാവത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏറ്റെടുത്ത് ഈ സമരത്തെ നശിപ്പിച്ച് കളയുമോ എന്നൊരു ആശങ്ക കൂടി എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇത് ജനാധിപത്യത്തെ, ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചു, ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല, ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതെന്താ ഒറ്റ വിഷയത്തിൽ മാത്രമാണ് ഈ സമരം. അതായത് ഇവിടെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, പ്രേമേന്ദ്ര MP സൂചിപ്പിച്ചു, ഒരുപാട് വിഷയങ്ങളെപ്പറ്റിയും നമ്മൾ ഇതിനകത്ത് സംസാരിക്കണം. ആ പിള്ളേരുടെ ഫോക്കസ് വളരെ കൃത്യമാണ്. 100 കൂട്ടം ആവശ്യങ്ങളുമായിട്ട് വന്നല്ലോ ഒറ്റ വിഷയം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇന്നൊരു പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകൻ, ഞാൻ ലോൺ എടുത്ത് പഠിപ്പിച്ച മകൻ ആത്മഹത്യ ചെയ്തു, അവൻ്റെ ഫോട്ടോയാണ് ആ സമരപ്പന്തലിരിക്കുന്നത്, അവനെയാണ് വരുന്നുണ്ട് ആ വേദിയിലേക്ക്. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവിടെ കണ്ണുനീരണിഞ്ഞുകൊണ്ട് ആ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ആ കാഴ്ച നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഏറ്റവും വൈകാരികമായ ഘട്ടമാണ് അവരെയൊക്കെയാണ് ചാപ്പ് കുത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പല സുഹൃത്തുക്കളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പല BJP അനുഭാവികളായ സുഹൃത്തുക്കൾ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് പറയുന്നത് ഇവർ നക്സലൈറ്റാണ്, ജിഹാദികളാണ്, പണം വാങ്ങി ചെയ്യുകയാണ്, JNU എന്ന് പറയുന്നത് ലഹരി മാഫിയയുടെ സംഘമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ആ ഘട്ടമൊക്കെ വിട്ട് കേട്ടോ. ഞാൻ ഈ പണ്ട് നമ്മൾ പറയില്ലേ, ഈ മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയ കുരങ്ങൻ്റെ വാലിനെ പറ്റി പറയില്ല. സത്യത്തിൽ പെട്ടു കേന്ദ്രമന്ത്രിസഭ. ഇനി എന്ത് ചെയ്യും ഇവർ? ഈ സമരം എങ്ങനെ ഇവർ ഒതുക്കും? എങ്ങനെ ഈ സമരം ഇല്ലായ്മപ്പെടുത്തും? ഇതിൽ നിലപാട് പറയേണ്ട സാഹചര്യമില്ലേ? സത്യത്തിൽ ആ കാര്യത്തിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാർ, അതാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നല്ല ഭാഷ അറിയാവുന്ന, സംസാരിക്കുന്ന, മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് നല്ല തൻ്റെ അടുത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത, യാതൊരു നേരാവണ്ണം ഒരു പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത, വിദ്യാഭ്യാസത്തിൻ്റെ RTI ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ നമ്മളിതൊക്കെ ഇത്തരം വേഷം കെട്ടലുകളും ഇത്തരം കോലം മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്തിരുന്ന പോലുള്ള യുവാക്കൾ ഇപ്പോൾ രാജ്യത്തേക്ക് തിരിച്ചെത്തി ഈ സമരത്തിന് ഒരു നേതൃത്വം നൽകുന്നു. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിലെ യുവാക്കൾക്ക് വേണ്ടി എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള കാഴ്ച കൂടിയാണ്. പക്ഷേ ഇന്ന് തെരുവിൽ, രാജ്യ തലസ്ഥാനത്തെ തെരുവിൽ കണ്ട കാഴ്ച ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല, നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. വളരെ നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ P സന്തോഷ് കുമാർ MP, ശ്രീ ചാണ്ടി ഉമ്മൻ, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ടെലിഫോണിൽ ഇപ്പോൾ കസ്റ്റഡിയിലിരിക്കുന്ന, ടെലിഫോൺ നമ്മളോട് സംസാരിച്ച ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP. ഇപ്പോൾ കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.